കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് പിസ്സയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അതും എയർ ഫ്രയറിൽ. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വളരെ വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നും അതിനുള്ള സൊല്യൂഷനും ഇതിന് ശേഷം എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്നും എല്ലാം ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്കും ഈ ഒരു മിസ്റ്റേക്ക് പറ്റാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ നമുക്ക് റെഡിയാക്കി വെക്കാം. നമുക്ക് ചിക്കൻ്റെ ബോൺലെസ് പീസാണ് വേണ്ടത്. ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ട്, സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ എന്തൊക്കെ മസാലകളാണോ ഇടുന്നത് അത് മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ ഇടുന്നത് ഒരു 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. കാശ്മീരി ഇടാൻ കാരണം നമ്മുടെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഉപ്പ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും മതി. നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ റസ്റ്റ് ചെയ്യാൻ വെക്കുക, മാറ്റി വെക്കുക ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ട് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഡീപ്പ് ഫ്രൈ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടുള്ള ബാക്കി ചേരുവകൾ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലവർ ഷേപ്പ്. കാരണം നമ്മുടെ പിസ്സക്ക് കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒലീവ്സ്, ഞാനിവിടെ ബ്ലാക്ക് ഒലീവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ഒരു രൂപത്തിൽ മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കഷ്ണം ഒനിയൻ, അത് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു തക്കാളിയുടെ ഹാഫും. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എയർ ഫ്രയറിലോട്ട് ഈ കട്ട് ചെയ്തതെല്ലാം വെക്കുകയാണ്. ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയർ ആണ്. 180 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് അത്രയും മതി. പ്രീഹീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോകും. ആദ്യം തന്നെ നമ്മൾ ഒരു എയർ ഫ്രയർ ലൈനർ, ഒരു പാച്ച്മെൻറ്റ് പേപ്പർ, ഈ പേപ്പർ ഇതിൽ എന്തായാലും വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡൊക്കെ ഈ എയർ ഫ്രയറിൽ പറ്റി പിടിക്കാതിരിക്കാനും പിന്നെ ചൂട് ബാലൻസ് ആയിട്ട് വരാനും പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഈ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഈ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇങ്ങനെ 4 എണ്ണം, ഒരു പിസ്സ ബേസ് ഞാൻ ഈ ബ്രെഡാണല്ലോ എടുക്കുന്നത്, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ പിസ്സ സോസ് ഒഴിക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കെച്ചപ്പ്, അത് മതി. ഞാൻ കെച്ചപ്പാണ് എടുക്കുന്നത്. അതെടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓനിയൻ, ഒലീവ്സ്, ക്യാപ്സിക്കം ഇതെല്ലാം മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ മൊസറല്ല ചീസ്, അത് നന്നായിട്ട് മേലെ നല്ല കട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനി എയർ ഫ്രയറിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത്. അതായത് ഞാനിപ്പോൾ ഹീറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്സ് ആണ്. അങ്ങനെ ഹീറ്റ് ചെയ്ത് ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഈ ചീസ് മെൽട്ട് ആകുന്നതിന് മുന്നേ തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഞാൻ ഈ സെറ്റ് ചെയ്ത ഹീറ്റ് ഇതിന് കൂടുതലാണ്. അതിന് മെൽറ്റ് ചെയ്യാനുള്ള സമയം ഞാൻ കൊടുത്തില്ല, ഓവറായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. എന്നാലും കഴിക്കാൻ കൊള്ളാം, ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനി അടുത്തത് ഞാൻ ഈ മിസ്റ്റേക്ക് വരാതെ ഞാനൊരു സിംഗിൾ ബ്രെഡ് എടുത്ത് ഒന്നുകൂടെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് നേരത്തെ ആ ചെയ്ത പ്രോസസ്സ് എല്ലാം ഈ സിംഗിൾ ബ്രെഡിലും ചെയ്തു. 160 ഡിഗ്രിയിൽ 3 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രെഡ് ഇതിലോട്ട് വെച്ച് എന്നിട്ട് വേഗം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴും ഞാൻ 165 ഡിഗ്രിയിൽ ഒരു 3-4 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. നേരത്തെ 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് എടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ ചൂട് കൂടി എല്ലാം കരിഞ്ഞു പോയത്. എന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. ഇത് ഓഫായി, ടൈം കഴിഞ്ഞ് ഓഫായതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് എടുക്കണ്ട. അതിലുള്ള ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഒന്നുകൂടെ ചീസ് മെൽട്ട് ആവട്ടെ, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നൂല് വലിയുന്നത് പോലെ നമ്മുടെ മൊസറല്ല ചീസ് വലിയുന്ന അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കും വരാതെ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ.